ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും കടലപ്പരിപ്പൊക്കെ വെച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം 1 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 300 ഗ്രാം ശർക്കര ഉണ്ടാവും. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പാനിയാക്കി മാറ്റാം. ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പാനിയാക്കിയതിന് ശേഷം അരിച്ച് മാറ്റി വെച്ചാൽ മതി. പിന്നെ അതൊന്ന് ചെറിയ ചൂടൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഏകദേശം ഒരു 2.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാൽ നമുക്ക് മാറ്റി വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് പാൽ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ പൊടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഇതാ നല്ലപോലെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതും കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 4 ഏലക്കായും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഞാനിതൊരു തരിപ്പയിലൂടെ അതിലേക്ക് ഇതിൻ്റെ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏലക്കായൻ്റെ പൊടി മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ചെറിയ ജീരകം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ. ഫസ്റ്റ് നമുക്ക് ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുറുകി തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫസ്റ്റ് പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടലയാണ് കേട്ടോ. ഇതുപോലെ കടല വേവിച്ചെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടീസ്പൂൺ മതി, എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മസ്റ്റായിട്ടൊന്ന് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. കടലപ്പരിപ്പുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. എനിക്കൊന്നും കൂടി ഇഷ്ടം കടല ഇതുപോലെ ഒന്ന് തൊലി പൊളിച്ചിട്ട് എടുത്തിട്ട് ചേർക്കുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടീസ്പൂണും നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ നെയ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ മൊത്തമായിട്ടൊന്ന് ഈ ഒരു മാവിൽ ഫുള്ളായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കൂടുതൽ നെയ്യിൻ്റെ ഒന്നും കാര്യമില്ല കേട്ടോ, ആവശ്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പികൾ ഒരുപാട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കുക. ഇപ്പം നമ്മളിതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ നെയ്യ് പരട്ടിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഇതാ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ കുറഞ്ഞ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ നല്ലപോലെ സെറ്റാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇനി ഒരു 3-4 മണിക്കൂറിന് ശേഷം വേണ്ട നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. രാവിലെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്, എങ്കിലും ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചൂടൊക്കെ പോകുമ്പോൾ നമുക്കിതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.